കോഴിക്കോട് ജില്ലയിൽ അതിശക്തമായ മഴയാണ്. കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയർന്നു. അതിൻ്റെ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിൻ്റെ പ്രാഥമിക നടപടി എന്ന വണ്ണമാണ് ഇതിപ്പോൾ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റും ഉണ്ട് എന്നതാണ്. ഞാനിപ്പോൾ ചേമഞ്ചേരിയിലാണ്. ഇവിടെ ഇപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടെ 2 ഇതുപോലെ ഈ വിധത്തിലായിട്ട്. എന്നാലും ശക്തമായ മഴ എല്ലായിടത്തും തുടരുകയാണ്. മലയോരത്തായാലും തീരദേശത്തായാലും നഗരത്തിലായാലും അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. വിലങ്ങാട് പാലത്തിൽ വെള്ളം കയറിയെന്നതാണ്. അതായത് മലയോര മേഖലയിൽ മഴ പെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ താഴ്ഭാഗത്തുള്ള പാലത്തിലേക്കടക്കം വെള്ളം അടിച്ചു കയറി മലവെള്ളപ്പാച്ചിലുണ്ടായി. ഇന്നലെ ഉച്ചതിരിഞ്ഞും ഇവിടെ മലവെള്ളപ്പാച്ചിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി എന്നതാണ്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്ത് വെള്ളം കയറിയ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിൽ തന്നെ തുടരുകയാണ്. വെള്ളം ഒഴുകി പോകുന്നില്ല എന്നതാണ് ആകെയുള്ള സ്ഥിതി. മാളിക്കടവ് ബാലുശ്ശേരി റോഡ് വെള്ളത്തിനടിയിലാണ്. ഇവിടെ 3 ദിവസമായി വെള്ളം കയറിയിട്ട് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. മാവൂരിലൊക്കെ വെള്ളം ഇറങ്ങിപ്പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉള്ളത്. അതിനൊപ്പം തന്നെ ഇനി കക്കയം ഡാമിൻ്റെ കാര്യം ഒന്നുകൂടെ പറയുകയാണ്. ഡാമിൽ ജലനിരപ്പ് ഇപ്പോൾ 755.50 മീറ്ററിലേക്ക് ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചത്. നമ്മളിപ്പോൾ ഉള്ളത് മാളിക്കടവ് ബാലുശ്ശേരി റോഡിലാണ്. അതായത് കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ തന്നെ ഇതുവഴിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗതാഗതം അനുവദിച്ചിരുന്നത്. റോഡിൽ വെള്ളം കയറി ഗതാഗതം സാധ്യമാകാത്ത നിലയിലാണ്. 3ാമത്തെ ദിവസമാണ് ഇവിടെ ഇങ്ങനെ വെള്ളം കയറി നിൽക്കുന്നത് എന്നുള്ളതാണ്. അതായത് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നില്ല. ഇവിടെ അടുത്തുള്ള ആളുകളൊക്കെ വണ്ടിയെടുത്ത് റിസ്കിൽ അങ്ങനെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ മറ്റു വാഹനങ്ങൾക്ക് ഇത് കടന്നു പോകാനുള്ള അനുമതിയില്ല. റോഡിൽ ഗതാഗതം നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പൂനൂർ പുഴയാണ്. പൂനൂർ പുഴ അത് കഴിഞ്ഞൊരു വയലാണ്. വയലിൽ നിന്ന് വെള്ളം കയറിയതാണ്. കഴിഞ്ഞ രാത്രിയെ അപേക്ഷിച്ച് ഇവിടെയുള്ള വെള്ളത്തിൻ്റെ അളവിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ്. പക്ഷെ നമുക്കിപ്പോൾ ഈ റോഡിലേക്ക് ഒരിക്കൽ കൂടി പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ആളുകൾ ഇതിലൂടെ പോകുന്നത് എന്നൊക്കെ കാണാം. അത്രയ്ക്ക് ദുസ്സഹമായി ജനജീവിതം മാറിയിട്ടുണ്ട് എന്നതാണ്. വെള്ളത്തിലൂടെയുള്ള യാത്ര എന്ന് തന്നെയാണ്. ഇവിടെ വീടുകളിൽ വെള്ളം കയറിയിട്ടില്ല എന്നത് നാട്ടുകാരെ സംബന്ധിച്ച് ആശ്വാസമാണ്. ഇവിടെ ഞങ്ങൾ കുറച്ച് വീടുകളായതിനെ കൊണ്ട് തന്നെ ഇവിടേക്ക് അത്ര ശ്രദ്ധ പതിക്കില്ല. പ്രാവശ്യം വീട്ടിൽ വെള്ളം കയറിയാ? ഇല്ല, വീടിൻ്റെ മുറ്റത്തെത്തിയുണ്ട്. അപ്പുറത്തെ വീടുകളൊക്കെ മുറ്റത്തെത്തിയുണ്ട്. ഗതാഗതമൊന്നും ഇല്ലല്ലോ ഇതിലൂടെ. ഗതാഗതം ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നിർത്തി വെച്ച് എന്നുവെച്ചാൽ മറ്റു വീടൊക്കെ വീണ് പോകും. വ്യാപകമായിട്ട് ഒരു നല്ല സ്പീഡിലാണ് പോകുന്നതും. ഓരോ പറഞ്ഞ കാര്യമില്ല, വണ്ടി ഓഫായി കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ ബുദ്ധിമുട്ടാവുമല്ലോ. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിലൂടെയാണ് യാത്ര അല്ലേ? പിന്നെ മാത്രമല്ല കിണറൊക്കെ വെള്ളത്തിലാണ്. കിണറിലൊക്കെ വെള്ളം കയറിയിട്ട് മുമ്പ് ഉപയോഗശൂന്യമായി കഴിഞ്ഞപ്പോൾ അങ്ങനെ അത് വിഷയമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്ന്. റിസ്ക് എടുത്ത് സ്കൂട്ടറുമായി പോയതാണ്. അവിടെ വെള്ളത്തിൽ ഓഫായി പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. സഹായിക്കുന്നതിന് വേണ്ടി ബാക്കിയുള്ള ആളുകളൊക്കെ പോകുന്നുണ്ട്. ഏട്ടാ, ഒരു വണ്ടി ഇപ്പോൾ ഓഫായി എന്ന് തോന്നുന്നല്ലേ? സ്ഥിരം കാഴ്ചയല്ലേ? ഞാനവരോട് പറയും ചെയ്തതാ അതിലെ പോകരുത്. കാരണം ഞാൻ ഡ്രൈവറാ, അതിനെ കൊണ്ടാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ കേൾക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോൾ അത് തള്ളിക്കൊണ്ടോണം. സൈലൻസറിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ട് ഓഫായി ആയിപ്പോയി. വടകര ചെമ്മരത്തൂരിൽ കിണറിടിഞ്ഞു താഴ്ന്നു. അയനിയുള്ളതിൽ കുമാരന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. ഇതൊരു ഷോപ്പാണ് കാണുന്നത്. ഒരു തട്ടുകടന്റെ പുറത്താണ്. കോഴിക്കോട് കാപ്പാട് കാറ്റിൽ കാറ്റാടി മരങ്ങൾ കടപുഴകി. 9 മരങ്ങളാണ് കടപുഴകി വീണത്. വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.